ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ചെമ്മനീർ പൂവിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതിക്ക് ഭക്ഷണം കൊണ്ടുവന്നിരിക്കുക. ആ സമയത്ത് നീ ഇറങ്ങിപ്പോ, എനിക്ക് നിൻ്റെ ഒരു ഭക്ഷണം വേണ്ട. എന്താ ശ്രുതി ഇത്? ഞാൻ ഭക്ഷണം കൊണ്ടുവന്ന നീ കഴിക്കുമെന്നൊക്കെ ഞാൻ വിചാരിച്ച ശ്രുതി, പക്ഷേ എന്നോട് ഇത്ര മാത്രം ദേഷ്യമുണ്ടെന്ന് ഞാൻ കരുതിയത് പോലുമില്ല. പക്ഷേ അതിന് മാത്രം ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല ശ്രുതി എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് ശ്രുതി ഇറങ്ങിപ്പോവുക. അപ്പോൾ ശ്രുതി ഒന്ന് നോക്കുന്നുണ്ട്. പക്ഷെ പാവം എന്തിനാണ് പാവം ഇങ്ങനെ കരയുന്നതെന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ ശ്രുതി പുറത്തേക്ക് ഇറങ്ങുമ്പോഴും നാശം, ഇനി ശ്രുതിയുടെ മനസ്സൊന്നും മാറാൻ പോകുന്നില്ല. ആ ഏലസ് കെട്ടിക്കൊടുത്തിട്ടും ഒരു പ്രയോജനം ഇല്ലെന്നാണല്ലോ തോന്നുന്നത്. എന്നെ സ്നേഹിക്കാനുള്ള ഏലസാണല്ലോ ഞാൻ കെട്ടിക്കൊടുത്തത്, എന്നിട്ട് എന്താ അതൊന്നും ഒരു പ്രയോജനം ഇല്ലാത്തത്? ഇനി ഒരടവ് ശ്രുതിയുടെ മുന്നിൽ നടക്കൂലെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ നിന്ന് പോവാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രേവതിയെ. അപ്പോൾ രേവതിയാണെങ്കിൽ ഡോക്ടറിൻ്റെ വീട്ടിൽ പൂ കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുക. സമയത്ത് ഡോക്ടറിൻ്റെ ഭാര്യ ഇറങ്ങി വരികയാണ്. രേവതി വന്നല്ലോ, ഞാൻ പറഞ്ഞ എല്ലാ പൂക്കളും ഉണ്ടോ രേവതി എന്ന് ചോദിച്ചപ്പോഴേ എല്ലാ പൂവും ഉണ്ട് മാഡം എന്ന് പറയുകയാണ്. അപ്പോഴേക്കും ഡോക്ടർ ഇറങ്ങി വരികയാണ്. രേവതിയെ കുറേ നാളായാലും രേവതി കണ്ടിട്ട്, ഇതെവിടെയായിരുന്നു എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഡോക്ടർ എന്നെ കാണാത്തത്, ഞാൻ പൂ കൊടുക്കാൻ ഇടക്കിടക്കൊക്കെ വരുന്നുണ്ട്, ഡോക്ടറിനല്ലേ വലിയ ബിസി. അത് ശരിയാ. വർഷക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? കുഴപ്പമോ? എന്ത് കുഴപ്പമാണ് ഡോക്ടറെ? ഇതെന്താ രേവതി നീ ഇങ്ങനെ പറയുന്നത്? അപ്പോൾ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? കാര്യങ്ങളോ? എന്ത് കാര്യങ്ങൾ? വർഷ അപ്പോൾ ഒന്നും പറഞ്ഞില്ലേ? ഇല്ല. അതെ, വർഷ പ്രഗ്നൻ്റ് ആണ്. എന്താ ഡോക്ടർ ഈ പറയുന്നത്? വർഷ പ്രഗ്നൻ്റോ? വർഷ പ്രഗ്നൻ്റ് ആണെന്നേ. ഫുഡ് പോയ്സൺ ആണെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തോട്ട് വന്നത്. പക്ഷേ ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കുമാണ് വർഷ പ്രഗ്നൻ്റ് ആണെന്ന് ഞാൻ അറിഞ്ഞത്. അതിനുശേഷം ഞാൻ പറഞ്ഞു ഒരു ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണണമെന്ന്. അപ്പോൾ വർഷ ഇതൊന്നും വന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് വർഷ ഗൈനക്കോളജിസ്റ്റിനെ പോയി കണ്ടില്ലേ? ഇതൊക്കെ കേട്ട് നമ്മുടെ രേവതിയാണെങ്കിൽ അന്തിച്ച് നിൽക്കുകയാണ്. അയ്യോ ഡോക്ടർ പറ, സത്യമാണോ? വർഷ ഞങ്ങളോടൊന്നും പറഞ്ഞില്ല. അയ്യോ അത് കഷ്ടമായി പോയല്ലോ വർഷ നിങ്ങളോട് പറയാതിരുന്നത്. അതെ, വർഷ എത്രയും പെട്ടെന്ന് നല്ലൊരു ഗൈനക്കോളജിസ്റ്റിനെ കൊണ്ട് കാണിച്ച് നല്ല ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊടുക്കണം കേട്ടോ. ശരി എന്നും പറഞ്ഞാണ് നമ്മുടെ രേവതി സന്തോഷം കൊണ്ട് മതി നോക്കുന്നത്. എൻ്റെ ദൈവമേ, എൻ്റെ വർഷ ഗർഭിണിയാണെന്നോ, അയ്യോ എനിക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാൻ പറ്റുന്നൊരവസ്ഥയാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര സന്തോഷത്തിൽ. ഈ സമയം തന്നെ നമ്മുടെ സച്ചിയെ കാണിക്കുകയാണ്. സച്ചിയും സച്ചിയുടെ കൂട്ടുകാരൊക്കെ കൂടി ഇരുന്ന് സംസാരിക്കുക. അങ്ങനെ സംസാരിക്കുമ്പോഴാണ് അതാ ഈച്ചയുടെ വരവ്. ഈച്ച ഭയങ്കര ദുഃഖത്തോടു കൂടി തന്നെയാണ് വരുന്നത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഈച്ചേ, എന്താ ഈച്ചയുടെ പ്രണയം? അല്ല, എവിടെ ആളെവിടെ? ആരാള്? അല്ല, ഈച്ച പറഞ്ഞില്ലായിരുന്നോ ഇനി വരുമ്പോൾ ഞാൻ എൻ്റെ പെണ്ണിൻ്റെ കൈയും പിടിച്ചായിരിക്കും വരാൻ പോകുന്നതെന്ന്? എന്നിട്ട് പെണ്ണെവിടെ? പെണ്ണിനെ കണ്ടില്ലല്ലോ. അപ്പോൾ ഈച്ച ആകെ സങ്കടപ്പെട്ടിരിക്കുക. എന്താ പറ്റിയത്? പെണ്ണിനെ കണ്ടില്ലേ? ഇല്ലടാ. സംസാരിച്ചില്ലേ? ഇല്ലാന്ന്. ഇത് വല്ലാത്തൊരു കഷ്ടമായിപ്പോയിട്ടോ. അതെ, ഇനി ഒന്നും നോക്കണ്ട, മനസ്സിൽ പറയാനുള്ള കാര്യങ്ങൾ മുഴുവനും പറയണം. ആദ്യം ആ പെണ്ണിൻ്റെ അടുത്ത് ചെല്ലുക, എന്നിട്ട് ആ പെണ്ണിനെ നോക്കി ഒന്ന് ചിരിക്കുക. അപ്പോൾ അവള് ചിരിക്കൂല. അവള് ചിരിക്കൂലല്ലേ? അതൊന്നും കാര്യമൊക്കെ നോക്കണ്ട. പിന്നെയും ചെല്ലുക, പിന്നെ 2-ാം ദിവസം നോക്കി ചിരിക്കുക. പിന്നെ അവൾ ചിരിക്കില്ല. പിന്നെ 3-ാം ദിവസം ചിരിക്കുക. അപ്പോൾ അവൾ വിചാരിക്കും ഒന്ന് ചിരിച്ച് കളഞ്ഞേക്കാന്ന്. അങ്ങനെ അവള് ഏതായാലും ഈച്ചയുടെ മുഖത്ത് നോക്കി ചിരിക്കും. അത് കൺഫേം ആണ്. ആണോ സച്ചി? തീർച്ചയായിട്ടും. പിന്നെ അങ്ങനെ ചിരിച്ച് കഴിയുമ്പോഴേ അങ്ങോട്ട് ചെല്ലണം. ചെന്ന് കഴിഞ്ഞിട്ട് എന്താണ് പെണ്ണിനോട് പറയേണ്ടത്? എന്താ സച്ചി പറയേണ്ടത്? ഐ ലവ് യു എന്ന് പറയട്ടെ സച്ചി? അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അവിടെ ചെന്നിട്ട് ചോദിക്കണം, എന്താ പേര്, വീട്ടിലാരൊക്കെ ഉണ്ട്, അച്ഛനും അമ്മയ്ക്ക് എന്ത് ചെയ്യുന്നു, കുട്ടി എന്ത് ചെയ്യുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണം. ചോദിച്ച് അവളുടെ മനസ്സ് പിടിച്ചെടുക്കണം. അങ്ങനെ പിടിച്ചെടുക്കാൻ നേരത്ത് പിന്നെ എന്താ സച്ചി പറ? എൻ്റെ സച്ചി, നീ എൻ്റെ ഗുരു തന്നെയാണ്. പറ സച്ചി, നിനക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. പോളെ ഇവിടുന്ന്. എനിക്ക് എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഞാനേ ഇങ്ങനെ ആരെയും പ്രണയിച്ചിട്ടുമില്ല. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരാളെ പ്രണയിക്കാൻ തുടങ്ങിയത്. അത് ശരി. എടാ ഭയങ്കര. അപ്പം നീ കല്യാണം കഴിഞ്ഞതിന് ശേഷം നിനക്ക് അവിഹിതം ഉണ്ടല്ലേ? ഒന്ന് പോടാ. ഞാൻ എൻ്റെ രേവതിയെ പ്രണയിച്ച കാര്യമാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. എന്നിട്ട് എന്താ പറയേണ്ടത്? എന്നിട്ട് ഞാനൊരു ദിവസം വീട്ടിലേക്ക് വരട്ടെ, എനിക്ക് കുട്ടിയെ ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്നൊക്കെ പറയണം. അപ്പോൾ അവളുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പറയും. അവളെ വെറുപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കാനായിട്ട് പാടില്ല. നമ്മളുടെ മനസ്സിൽ ഇഷ്ടമുള്ള രീതിയിൽ. പിന്നെ അവളെ നോക്കി നല്ലൊരു അടിപൊളി സ്മൈലും കൊടുക്കണം. എങ്ങനെയാ സ്മൈൽ കൊടുക്കേണ്ടത്? അപ്പോൾ നമ്മുടെ ഈച്ചയാണെങ്കിൽ ഒരേ കോപ്രായങ്ങൾ കാണിക്കണം. അയ്യടാ, അങ്ങനെയൊന്നല്ല ചിരി കൊടുക്കേണ്ടത്, ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഒരു ചിരിച്ചിരിക്കുക. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ഈച്ചയും ചിരിക്കുക. അങ്ങനെ തന്നെ വേണം
ചിരിക്കാനായിട്ട്. ഇപ്പം മനസ്സിലായില്ലേ എൻ്റെ സച്ചി, എടാ മിടുക്ക, ഞാൻ ഇപ്പം തന്നെ പോയി അവളോട് കാര്യങ്ങളെല്ലാം സംസാരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവാണ്. പോയി കഴിഞ്ഞപ്പോഴേക്കും സച്ചിയുടെ ഫോണിലേക്ക് രേവതിയുടെ കോള്. ആ സച്ചിയേട്ടാ, സച്ചിയേട്ടൻ എവിടെയാ സച്ചിയേട്ടാ? ഞാനിവിടെ സ്റ്റാൻഡിൽ. സച്ചിയേട്ടനോട് എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്. എന്താ രേവതി? ആ അതെ സച്ചിയേട്ടാ, വീട്ടിലെ ഒരു സന്തോഷം നടക്കാൻ പോവാ. എന്ത് സന്തോഷം? അതെ, നമ്മുടെ വർഷ പ്രഗ്നൻ്റ് ആണ്. പ്രഗ്നൻ്റോ? സത്യമാണോ നീ പറഞ്ഞത്? അതേന്നേ, ഞാൻ പൂവ് എടുക്കാൻ വേണ്ടി ഡോക്ടറിൻ്റെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞില്ലായിരുന്നോ? അങ്ങനെ വന്നതാ. ആ സമയത്ത് ഇവിടുത്തെ ഡോക്ടറാ വർഷയെ ചികിത്സിച്ചത്. ഫുഡ് പോയ്സൺ എന്നും പറഞ്ഞുകൊണ്ട് അവൾ ആദ്യം ചെയ്യുന്നത്. പക്ഷെ ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അവൾ പ്രഗ്നൻ്റ് ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അവളോട് നല്ലൊരു ഗൈനക്കോളജിനെയും കാണാനായിട്ട് ഡോക്ടർ പറഞ്ഞായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാ ശ്രീകാന്ത് നമ്മളോട് ഈ കാര്യങ്ങളൊന്നും പറയാതിരുന്നത്? അത് തന്നെയാണ് സച്ചിയേട്ടൻ എനിക്ക് മനസ്സിലാവാത്തത്. ശ്രീകാന്തും വർഷയും എന്തുകൊണ്ട് നമ്മളോട് ഈ സത്യങ്ങൾ പറഞ്ഞില്ല? ഇനി നമുക്ക് സർപ്രൈസ് ആയിട്ട് വെച്ചതായിരിക്കോ? എന്തായാലും സച്ചിയേട്ടാ, വീട്ടിൽ ചെന്ന് ആടിച്ച് പൊളിച്ച് ആഘോഷിക്കണം. ഏതായാലും നമ്മുടെ ശ്രീകാന്ത് ഒരു അച്ഛനാകാൻ പോവല്ലേ. സച്ചിയേട്ടൻ എനിക്ക് സന്തോഷം കൊണ്ട് ഒരു നിവൃത്തിയില്ല സച്ചിയേട്ടാ. ഭയങ്കര സന്തോഷം മനസ്സിനുള്ളിൽ. പിന്നെ അല്ലാതെ രേവതി, നമുക്കിത് അടിപൊളിയായിട്ട് ആഘോഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദേവുവിനെയാണ്. അപ്പോൾ ദേവു സ്കൂട്ടർ ഓടിച്ചിട്ട് വരിക. അപ്പോൾ വേറെ സ്കൂട്ടറുകാരെയൊക്കെ ഇങ്ങനെ പിടിച്ച് നിർത്തിയിട്ട് എവിടെയുടെ ഹെൽമെറ്റ് അടക്കട വിടാന്നൊക്കെ പറയാം. അപ്പോൾ സ്കൂട്ടർ ഓടിച്ചിട്ട് വരുമ്പോൾ നേരെ അരുണിൻ്റെ മുന്നിൽ തന്നെ ചെന്നാൽ ചാടിയത്. അരുണിന് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഹെൽമെറ്റ് വെക്കാത്തത് കൊണ്ട്. എന്താ ദേവു എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും, അതേ ഇതേ എൻ്റെ പുതിയ സ്കൂട്ടറാ, എങ്ങനെയുണ്ട്, കൊള്ളാവോ? സ്കൂട്ടറൊക്കെ കൊള്ളാം, പക്ഷേ ഹെൽമെറ്റ് എവിടെ? ഹെൽമെറ്റ് ഇല്ല. ഹെൽമെറ്റ് ഇല്ലല്ലോ. ഹെൽമെറ്റ് ഇല്ലേ? ഹെൽമെറ്റ് വെക്കാതെ വണ്ടി ഓടിക്കുന്നത് ശിക്ഷാർഹമാണെന്ന് അറിയില്ലേ ദേവുവിന്? അതൊക്കെ അറിയാം. ഹെൽമെറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇപ്പം എന്ത് ചെയ്യാനാണ്? അതെ, എൻ്റെ കൂട്ടുകാരത്തി വണ്ടി മേടിച്ചായിരുന്നു. പിന്നെ അവൾ എനിക്കൊരു ടെസ്റ്റ് ഡ്രൈവിന് തന്നതാ. അവൾക്കത് വേണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങോട്ട് മേടിക്കാമെന്ന് വിചാരിച്ചു. റോഡിൽ കൂടി ഒന്ന് ഓടിച്ചു നോക്കണ്ടേ, അതിനു വേണ്ടി ഞാൻ ചുമ്മാ ഓടിച്ചെന്ന് പറയണം. അത് ശരി, അപ്പം ടെസ്റ്റ് ഡ്രൈവിന് ഇറങ്ങിയതാണല്ലേ? ഏത് ഡ്രൈവിന് ഇറങ്ങിയതാണെങ്കിലും ഹെൽമെറ്റ് വേണമെന്ന് അത് നിർബന്ധമാണല്ലോ. അപ്പോൾ ഹെൽമെറ്റ് വെക്കണമെന്ന് തന്നെ നിർബന്ധമാണോ? വേണം. അല്ലെങ്കിൽ പിഴ അടയ്ക്കേണ്ടി വരും. എന്താ നോക്കുന്നത്? കയ്യിൽ പൈസ ഇല്ലേ ഫൈൻ അടക്കാനായിട്ട്? എങ്കിൽ പിന്നെ ഞാൻ തരാം പൈസ, കൊണ്ടടച്ചു തരും. വേണ്ട, അങ്ങനെ എന്നെ ദരിദ്രവാസിയാക്കാൻ നോക്കണം. എൻ്റെ കയ്യിലുണ്ട് പൈസയൊക്കെ, ഞാൻ അടച്ചോളാം. എങ്കിലേ ആ സാറിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചോ, അതായിരിക്കും നല്ലത്. അങ്ങനെ നമ്മുടെ ദേവുവിനിട്ട് നല്ല പണി കൊടുക്കുക. ദേവ് ആ പൈസ കൊണ്ട് അടക്കുകയും ചെയ്യാണ്. ഇതേ സമയം തന്നെ നമ്മുടെ രേവതി എങ്ങോ മറന്നു വരിക സ്കൂട്ടർ ഓടിച്ചുകൊണ്ട്. രേവതി ഇപ്പം തന്നെ ആലോചിക്കുകയാണ്, വർഷയ്ക്കൊരു കുഞ്ഞുണ്ടായി. എന്നിട്ട് വർഷയും ശ്രീകാന്ത് ലാളിക്കുന്നു, രേവതിയുടെ കൈ കൊടുക്കുന്നു, രേവതിയും ലാളിക്കുന്നു, സച്ചിയുടെ കൈ കൊടുക്കുന്നു, സച്ചിയും ഉമ്മയും കൊടുത്ത് ലാളിക്കുകയൊക്കെ ചെയ്യുന്നു. അങ്ങനത്തെ സ്വപ്നങ്ങൾ കണ്ടുവരിക. അപ്പോൾ രേവതിയുടെ തലയിലും ഇല്ല ഹെൽമെറ്റ്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പോലീസുകാർ കൈ നീട്ട് നിർത്താനായിട്ട് പറയുകയാണ്. പക്ഷേ രേവതി നിർത്തുന്നില്ല, ഒറ്റ പോക്കാണ്. അതേ സാറേ, ഇത് കണ്ടോ, ആ പെണ്ണ് എന്ത് പോക്കാ പോകുന്നത് നോക്കിക്കണ്ടേ, വേറെ ഏതോ ലോകത്താണ്. അതെ, ആ പെണ്ണ് വേറെ ഏതോ ലോകത്താണ്. ഏതായാലും പിടിച്ച് നിർത്തണ്ട, എവിടെയെങ്കിലും ചെന്ന് ചാർത്തുമ്പോൾ സമാധാനം ആയിക്കോളും എന്നും പറഞ്ഞുകൊണ്ട് അരുൺ അത് വിട്ട് കളയണം ആ കേസ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സുധിയാണ്. അപ്പം സുധിയാണെങ്കിൽ ഓഫീസിൽ പോകാൻ വേണ്ടി ഇങ്ങോട്ട് വരിക. ആ സമയത്ത് ചന്ദ്ര വന്നിട്ട് പറയണതേ, സുധി നീ എന്തോ ഓഫീസിൽ പോകാൻ ഇത്ര ലേറ്റ് ആവുന്നത്? ഇങ്ങനെ ആയിക്കഴിഞ്ഞാലേ ജീവിതം മുന്നോട്ട് പോകില്ല, കൂടുതൽ പണി പെടേണ്ടി വരും. അതുകൊണ്ട് കറക്റ്റ് സമയത്ത് പോയില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ആ ഷോറൂം അടച്ചു പൂട്ടേണ്ടി വരും. അതുകൊണ്ട് പോകാൻ നോക്ക്. ശരി പോകാം. അപ്പോഴേക്കും ചന്ദ്ര ഡ്രസ്സ് തേച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ രവി വിളിക്കുകയാണ് ചന്ദ്രയെ എന്ന് പറഞ്ഞുകൊണ്ട്. രവിയേട്ടാ, അതാ വരുന്ന രവിയേട്ടാ. അങ്ങനെ സുധി പെട്ടെന്ന് ആ ടേബിൾ തൊട്ടിഞ്ഞപ്പോഴേക്കും ഈ തേപ്പോട്ടി കൊണ്ട് സുധിയുടെ കൈ പൊള്ളണം. അയ്യോ എൻ്റെ ദൈവമേ, എൻ്റെ കൈ പൊള്ളിയേ. അയ്യോ സുധി, എന്താ പറ്റിയ സുധി? അമ്മയ്ക്ക് എന്നെ ഇത്ര ബോധമില്ല, ഒരു വെളിവുമില്ലേ? നിങ്ങൾക്ക് എന്നാ ഒരു വെളിവില്ല നടക്കുന്നത്? തേപ്പൊട്ടി ഓണാക്കി വെച്ചിട്ടാണോ പോകുന്നത്? മനുഷ്യൻ്റെ കായ് പൊള്ളി നാശമായി. അതിന് തേപ്പൊട്ടി ഞാൻ തേച്ചുകൊണ്ടിരിക്കുന്ന സമയത്തല്ലേ രവിയേട്ടൻ വിളിച്ചത്, അതുകൊണ്ട് അല്ലേ ഓടിപ്പോയത് എന്ന് പറഞ്ഞാൽ തേപ്പൊട്ടി ഓഫാക്കിയിട്ട് വേണ്ടേ പോകാനായിട്ട്? മനുഷ്യനെ കൊല്ലാൻ വേണ്ടിയാണ് അമ്മ ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുന്നത്. ഓരോ ദിവസം കഴിയുന്ന ബോധമില്ലാത്തൊരവസ്ഥയിലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സൂര്യ അങ്ങാട് കിടന്ന് ചൂടായി കയറുക. ഇത് കണ്ട നമ്മുടെ ചന്ദ്ര പേടിച്ചോണം, ഇവനെന്താണ് ഇങ്ങനെ കാണിക്കുന്നത്? ദൈവമേ, എന്നോട് ഇങ്ങനെയൊന്നും സംസാരിക്കാത്ത ചെറുക്കനായിരുന്നു, എന്നിട്ടിപ്പോൾ എന്നോട് ഇങ്ങനെയൊക്കെ കിടന്ന് പെരുമാറുന്നു. ഇത് ആ ജോത്സ്യൻ തന്ന ഏലസിൻ്റെ കുഴപ്പം തന്നെയാ. ആ ജോത്സ്യന് തെറ്റിപ്പോയതാ. അമ്മയെ വെറുക്കാനുള്ള ഏലസായിരിക്കും അയാൾ എനിക്ക് പൂജിച്ച് തന്നത്. ഞാൻ ജോത്സ്യനെ ഞാൻ കാണട്ടെ, കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധിയോട് ഷർട്ട് അഴിക്കടാ ഷർട്ട്. എന്തിനാ അമ്മേ?
ഞാൻ തന്നെ ഇപ്പോൾ ഷർട്ട് അഴിക്കുന്നത് നിന്നോട് അഴിക്കാനാ പറഞ്ഞത്, അഴിക്കട്ടെ ഷർട്ട്. ഇനി ഏലസ് കെട്ടാനാണെങ്കിൽ പറ്റൂല, അമ്മയുടെ കയ്യിൽ പോയി കെട്ട്, എൻ്റെ കയ്യിലൊന്നും കെട്ടാനായിട്ട് പറ്റൂല അമ്മേ. എടാ നീ ഷർട്ട് അഴിക്കാനാ പറഞ്ഞത്. അങ്ങനെ ഷർട്ട് അഴിക്കുക. ഷർട്ട് അഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും 2 കൈയിലെ ഏലസ് ചന്ദ്ര വലിച്ച് പറിച്ച് ദൂരെ കളയാണ്. അമ്മേ എന്തിനാ അമ്മ ഇത്? ഇനിയൊന്നും നിൻ്റെ കയ്യിൽ വേണ്ടെന്നേ. ദൈവമേ അപ്പം എൻ്റെ പ്രൊട്ടക്ഷൻ, എൻ്റെ ദൈവമേ, കെട്ടുക അഴിക്കുക, ഇതെന്തൊരു ശല്യമാണിതെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ആകെ വെപ്രാളത്തിലാണ്. അങ്ങനെ നമ്മുടെ ചന്ദ്ര പോയി ഹാളിലിരിക്കുന്ന സമയത്ത് സച്ചിയും രേവതിയും കൂടി പാഞ്ഞോടി വരികയാണ്. എല്ലാവരും വിളിക്കണം, അമ്മയുടെ ഹാളിലുണ്ടല്ലോ അച്ഛാ, ശ്രീകാന്തേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒച്ചത്തിലൊരു വിളിച്ച് കൂട്ടുകയാണ്. എന്താടാ പറ്റിയത്? ദേ ഇവനാൾ കേമന, ഇവിടെ ഒരു സന്തോഷ വാർത്തയുണ്ട്. അതെന്ത് സന്തോഷ വാർത്തയാ? ആ സന്തോഷ വാർത്ത എന്താണെന്ന് ശ്രീകാന്ത് പറയും. അപ്പോൾ ശ്രീകാന്ത് ഞെട്ടിപ്പോയി. ഇതെന്താ? നിങ്ങൾ സന്തോഷ വാർത്തയുണ്ടെന്ന് പറയുമ്പോൾ ഞാനെങ്ങനെയാണ് നിങ്ങളുടെ സന്തോഷ വാർത്ത പറയുന്നത്? എനിക്ക് എങ്ങനെ അറിയാം? അപ്പോൾ ചന്ദ്രയാണെങ്കിൽ ഇവൻ എന്നെ ഭ്രാന്താണ്, എന്താണ് പറയാനുള്ളത്? എടാ ശ്രീകാന്തേ പറയടാ എന്താന്ന്, ഞങ്ങളെ മറച്ചു വെച്ചിട്ടല്ലേടാ നീ ഇതെല്ലാം കാണിച്ചു കൂട്ടിയത്, പറയടാ. അയ്യോ സത്യമായിട്ട് എനിക്കറിയില്ല സച്ചിയേട്ടാ. എന്താ സച്ചിയുടെ കാര്യം? അപ്പോഴേക്കും രേവതിയാണെങ്കിൽ ഞാൻ പറയാം, നമ്മുടെ ശ്രീകാന്തേ ഒരച്ഛനാകാൻ പോവാ, വർഷ പ്രഗ്നൻ്റ് ആണെന്ന് പറയാ. ഇത് കേട്ടാ ശ്രീകാന്ത് ഇരുന്ന് പൊട്ടിച്ചിരിക്കുകയാണ്. വർഷ പ്രഗ്നൻ്റോ? ഞാൻ പോലും അറിഞ്ഞില്ലല്ലോ വർഷ പ്രഗ്നൻ്റ് ആണെന്ന്. നിങ്ങളോട് ആരൊക്കെ പറഞ്ഞത്? നിങ്ങൾക്ക് എന്നെ വല്ല വട്ടായോ എന്ന് ചോദിക്കുമ്പോൾ, എടാ വട്ടുന്നായതല്ല, സത്യോട് പറഞ്ഞതാ. എടാ രേവതി ഇന്ന് പൂ കൊടുക്കാൻ പോയതേ ഒരു ഡോക്ടറിൻ്റെ വീട്ടിലാണ്. ആ ഡോക്ടറാ വർഷയെ നോക്കിയിട്ട് പറഞ്ഞത് വർഷ പ്രഗ്നൻ്റ് ആണെന്നാ. അങ്ങനെയാണ് ഞങ്ങൾ സന്തോഷ വാർത്തയായിട്ട് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ചന്ദ്രയും സന്തോഷം കൊണ്ട് ചാടി എണീക്കുകയാണ്. അപ്പം നീ സത്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? ഇല്ല, വർഷ എന്നോട് പറഞ്ഞില്ലല്ലോ. അപ്പോഴേക്കും ചന്ദ്ര അതെന്ത് പരിപാടിയാണ് കാണിച്ചത്? വർഷ എന്താ ഇവനോട് കാര്യങ്ങളെല്ലാം പറയുന്നത്? അഹങ്കാരി. അപ്പോൾ ഇവനെ മറച്ചു വെക്കുകയായിരുന്നോ? ചിലപ്പോൾ ഒരു സർപ്രൈസ് തരാൻ വേണ്ടി ആയിരിക്കും എന്നോട് മറച്ചു വെച്ചത് എന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും രവി വന്നിട്ട് എൻ്റെ പൊന്നു മോനെ നിന്നെ ഞാൻ കെട്ടിപ്പിടിക്കട്ടെടാ, അച്ഛന് സന്തോഷമായിടാ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിനെ കെട്ടിപ്പിടിക്കണം. അപ്പോൾ സച്ചിയും വരികയാണ്, ഞാനും ഇവനെ കെട്ടിപ്പിടിക്കട്ടെ എൻ്റെ പൊന്നടാ, നീയാളോടെ സന്തോഷ വാർത്ത കൊണ്ടുവന്നത് അമ്പടെ കേമ കള്ള എന്നും പറഞ്ഞുകൊണ്ട് സച്ചി കെട്ടിപ്പിടിച്ച് പൊക്കിയെടുത്തങ്ങോട്ട് കറക്കുക. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമസ്കാരം. താങ്ക് യു. ബൈ.